കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശുദ്ധ ബൈബിൾ വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. ദൈവം യേശുക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ തിരുവഴുത്തിലെ ഒരു പ്രധാന പ്രമേയം തന്നെയാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്താൻ മതിയായതുമാണ്. രൂപപ്പെടലും രൂപാന്തരവും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള നമ്മുടെ രൂപപ്പെടൽ രൂപാന്തരത്തിന് കാരണമാകുകയും ചെയ്യും. വാഗ്ദത്തങ്ങൾ നമ്മുടെ പ്രത്യാശയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 6-ാം വാക്യം. വാഗ്ദത്തങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകത്തില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 56-ാം വാക്യം. വാഗ്ദത്തങ്ങൾ അതിമഹത്തായതാണ്. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നുപോലും നിറവേറാതിരിക്കുകയില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. ദൈവത്തിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലും ആശ്രയിച്ചും ആശ വെച്ചും ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിലും ദൈവത്തിൻ്റെ വചനത്തിലും ആശ്രയിച്ചും ആശ വെച്ചും ജീവിപ്പാൻ ഞങ്ങൾക്കേറിയ കൃപ അവിടുന്ന് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.